റിവൈവൽ ഫയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഉത്തരേന്ത്യയിൽ മിഷൻ പ്രവർത്തനം ശക്തി പ്രാപിച്ചിട്ട് ഒരു നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. വിവിധ ഭാഷകളും സംസ്കാരങ്ങളുമുള്ള വിഭിന്ന ഗോത്ര സമൂഹങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് ഉത്തരേന്ത്യൻ മിഷൻ രൂപതകൾ. ഒരു രൂപതയിൽ തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ഗോത്ര വിഭാഗങ്ങൾ ഉള്ളത് അവർക്കിടയിലെ വിശ്വാസ പരിശീലനത്തെ ദുഷ്കരമാക്കുന്നുണ്ട്. ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബൈബിളുകളാണ് ഇവിടെ നേരത്തെ വിതരണം ചെയ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രാദേശിക ഗോത്ര വിഭാഗങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ദൈവവചനം വായിക്കുക എന്നത് ഒരു വിദൂര സ്വപ്നമായിരുന്നു. ഈ മേഖലയിൽ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ ചെയ്ത മിഷണറി മുന്നേറ്റമാണ് കേരളത്തിലെ ഫിയാത്ത് മിഷൻ. ഇതിനിടയ്ക്ക് എൻ്റെ ഇടവകയിൽ ഒരു അച്ഛൻ വന്ന് പറഞ്ഞു, അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്ത് കോളേജുണ്ട്, ഹോസ്റ്റലുണ്ട്, ഇടവകയുണ്ട്. ആ ഗോത്രവർഗത്തിൽ, മണിപ്പൂരിൽ ആ ഗോത്രവർഗത്തിലാണെന്നുണ്ടെങ്കിൽ അവരെ സ്വന്തം ഭാഷയിൽ ബൈബിളില്ല എന്നുള്ളത് എൻ്റെ സ്വന്തം ഇടവകയിൽ അച്ഛൻ മിഷനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അച്ഛനെ കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ പോയി കണ്ട് അച്ഛനോട് പറഞ്ഞു, ഞാൻ ആ ഭാഷയിലുള്ള ബൈബിൾ ഞാൻ പ്രിൻ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഭാഷയിലുള്ള ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്ത്, സമ്പൂർണ്ണ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത്, അത് മാറാം എന്ന് പറഞ്ഞ ഗോത്രത്തിൽ മാറാം ട്രൈബിൽ പെട്ടിട്ടുള്ള മാറാം ഭാഷ സംസാരിക്കുന്ന മണിപ്പൂർ ഇൻഫാൽ ഡയസിലുള്ള ആ സ്ഥലത്തെ ഒരു ഭാഷയായിരുന്നു മാറാം. ആ 2 വർഷം കൊണ്ട് 2010 ഏകദേശം അതിൻ്റെ ട്രാൻസ്ലേഷനും പ്രിൻറ്റിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് 2010 ജാനുവരിയോടുകൂടെ ആ ഭാഷയിലുള്ള ബൈബിള് പ്രിൻ്റ് ചെയ്ത് അവിടെ എത്തിച്ചു കൊടുക്കാൻ പറ്റി. തിരുവചനം ഒരിക്കലെങ്കിലും വായിക്കാൻ സാധിക്കാത്തവർക്ക് അതിനുള്ള അവസരം ലഭിക്കുക എന്നത് ഏറെ പ്രാധാന്യമുള്ളതിനാലാകാം ഈ ശുശ്രൂഷയെ പരിശുദ്ധാത്മാവ് ശക്തമായി വളർത്തി. ഇന്ത്യയിലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഗോത്രഭാഷകളായ മാറാം, കർബി, നിഷി, ബോഡോ, വാങ്ചോ, സന്താളി, മിസോ, ആദി കൂടാതെ ബംഗാളി, ഒറിയ, ഹിന്ദി തുടങ്ങി ഇന്ത്യൻ ഭാഷകളിലും മഡഗാസി, കിമേറു തുടങ്ങിയ ആഫ്രിക്കൻ ഭാഷകളിലുമായി ഇതിനോടകം 23 ഭാഷകളിൽ ഫിയാത്ത് മിഷൻ ബൈബിൾ അച്ചടിച്ച് വിതരണം ചെയ്തു കഴിഞ്ഞു. ആദ്യത്തെ അഡ്വാൻസ് മാറാം ബൈബിളുകൊണ്ട് അഡ്വാൻസ് പ്രസ്സിൽ കൊടുത്തു പ്രിൻറ്റിങ് തുടങ്ങി. പ്രിൻറ്റിങ് കഴിഞ്ഞിട്ട് ഇതിന് റിലീസിൻ്റെ സമയത്തേക്ക്, ഒരു പട്ടത്തിനോടനുബന്ധിച്ചാണ് റിലീസ് നടത്തി വെച്ചിട്ടുള്ളത്. ആ റിലീസിൻ്റെ സമയത്തേക്ക് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കൊണ്ടുപോകാനായിട്ട് ആവശ്യമുള്ള 10 കോപ്പി ബൈബിള് എത്തിക്കാനായിട്ട് ആയിരുന്നു ഉദ്ദേശം. അങ്ങനെ 10 ബൈബിൾ നമുക്ക് തന്നു. അങ്ങനെ പോയി റിലീസ് നടത്തി. അങ്ങനെ കുറേ കഷ്ടപ്പാടുകളുണ്ടായിരുന്നു അതായിട്ട് ബന്ധപ്പെട്ടിട്ട്. അത് കഴിഞ്ഞ് മറ്റ് ബാക്കിയുള്ള ബൈബിളോട് നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ആ പ്രസ്സിന് ബാക്കി കൊടുക്കേണ്ട മുഴുവൻ എമൗണ്ട് പൈസയും കൊടുക്കണം. അപ്പോൾ അത് വലിയൊരു സംഖ്യയായിരുന്നു, ലക്ഷങ്ങളായിരുന്നു. ഞങ്ങൾ കുറേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് പേരെ ഞാൻ ചെന്ന് കോൺടാക്ട് ചെയ്തു, ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ആരും വേണ്ട വിധ സപ്പോർട്ടൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രസ്സിൽ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ബൈബിൾ കൊണ്ടുപോകണില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ പ്രസ്സിലേക്ക് വിളിക്കാതിരിക്കുകയാണ്, കാരണം പൈസ കൊടുക്കാണ്ട് എങ്ങനെ കൊണ്ടുപോകാന്നുള്ള എനിക്ക്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുപോകാം, പൈസ തന്നതല്ലേ നിങ്ങൾക്ക് കൊണ്ടുകൂടാന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അതിൻ്റെ പൈസ എന്നോട് പൈസ ചോദിച്ച് ചെന്ന സ്ഥലങ്ങളിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവിടെ പ്രിൻ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. പ്രസ്സിൻ്റെ പേര് പറഞ്ഞു. ആ പ്രസ്സിൽ ചെന്ന് അന്വേഷിച്ചു, അതായത് ഇവർ ഇങ്ങനെ ബൈബിൾ പ്രിൻ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അവിടെ ബാലൻസ് ഉള്ള എമൗണ്ട് മൊത്തം ഒരു വ്യക്തി തന്നെ കൊടുത്തുപോയി. അതിനുശേഷമാണ് അച്ഛൻ വിളിക്കുന്നത്. അങ്ങനെ അത്ഭുതമായിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഫുൾ എമൗണ്ട്, ലക്ഷങ്ങൾ വരുന്ന ഫുൾ എമൗണ്ട് പ്രസ്സിൽ കൊടുത്തിട്ട് ആൾ പോയി. ഞങ്ങളെ അറിയിച്ചില്ല. അതിനുശേഷം ബൈബിൾ എടുത്ത് പിന്നെ എത്തിക്കാൻ, ഇവിടെ നിന്നാണ്ട് മറ്റുള്ള ബൈബിൾ മൊത്തം എത്തിക്കാൻ തന്നെ 2 ലക്ഷത്തോളം വന്നു. കാരണം അത് മണിപ്പൂരിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് എത്തിക്കാൻ. അങ്ങനെ അതിനുള്ള ഫണ്ടും കർത്താവ് അത്ഭുതമായിട്ട് തന്നു. അങ്ങനെ അത് എത്തിച്ചു. അതാണ് ആദ്യത്തെ ബൈബിള്. 2018 ഫെബ്രുവരിയിൽ അരുണാചൽ പ്രദേശിലെ പാസിഗഡ് എന്ന സ്ഥലത്ത് ഫിയാത്ത് മിഷൻ്റെ ആദി എന്ന ഭാഷയിൽ ഇറങ്ങിയ ബൈബിളിൻ്റെ ആ റിലീസിങ് ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. ആ റിലീസ് കഴിഞ്ഞോടുകൂടി ആ പള്ളിയിലുണ്ടായിരുന്ന ആ വ്യക്തികളിൽ കണ്ട ആ വലിയ ആനന്ദം, ആ വലിയ സന്തോഷം എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. അവരവരുടെ ഭാഷകളിൽ ബൈബിള് ലഭിക്കുമ്പോൾ ആ മക്കൾക്കുള്ള സന്തോഷം എനിക്ക് നേരിൽ കാണാനായിട്ട് എനിക്ക് സാധിച്ചു. അത് എനിക്ക് വളരെയധികം ആത്മീയ സന്തോഷം, വളരെയധികം പ്രചോദനവും നൽകി. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിന് സ്വയം വിട്ടുകൊടുത്ത് മുന്നിട്ടിറങ്ങിയപ്പോൾ
ബൈബിൾ പ്രിന്റിംഗ് ശുശ്രൂഷയിൽ അവിശ്വസനീയമായ വിധത്തിൽ ദൈവം വളർത്തിയ അനുഭവമാണ് ഫിയാത്ത് മിഷന് പങ്കുവെക്കാനുള്ളത്. നീക്കിയിരിപ്പും മൂലധനവുമില്ലാതെ പ്രാർത്ഥന മാത്രം കൈമുതലാക്കി മുന്നേറിയ അനുഭവങ്ങളാണ് അധികവും. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനായി എനിക്ക് പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെയധികം എല്ലാം കരുതി വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനും അതിനുവേണ്ടിയുള്ള സാമ്പത്തികമായുള്ള സ്രോതസ്സുകളെ മുന്നിൽ കണ്ടേ നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ നടത്താറുള്ളൂ. പക്ഷേ ഫിയാത്ത് മിഷൻ്റെ ഈ ഓരോ പ്രവർത്തനങ്ങളിലും യാതൊരുവിധ സാമ്പത്തികമായിട്ടുള്ള ഒരു രൂപ പോലും കയ്യിലില്ലെങ്കിലും കർത്താവിന് വേണ്ടി വലിയ വലിയ പദ്ധതികൾ ഏറ്റെടുക്കുകയും അത് കർത്താവ് നടത്തുന്നതും കാണുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ വിവരിക്കാൻ പറ്റാതെയുള്ള അത്ഭുതങ്ങൾ ഒത്തിരി ഫിയാത്ത് മിഷൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ടുണ്ട്. ഓരോ മാസവും കൂടുതൽ ബൈബിളുകൾ വിതരണം ചെയ്യാനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി നൽകി. പരിശുദ്ധാത്മാവിൻ്റെ വിശ്വസ്തതയും കരുതലും കണ്ട് അത്ഭുതപ്പെട്ടു പോയ അനുഭവങ്ങളാണ് ഏറെയും ഇവർക്ക് പങ്കുവെക്കാനുള്ളത്. ഞങ്ങൾക്ക് ആദ്യത്തെ ബൈബിൾ അടിക്കുന്നത് മാറാം ഭാഷയിൽ അടിക്കുന്നത് വെറും 3000 കോപ്പിയാണ്. അത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട അത് ഹിന്ദി ഭാഷയിലുള്ള കോപ്പിയായിട്ട് ഞങ്ങൾക്ക് കിട്ടി. അത് ഞങ്ങൾ ആ പ്രസ്സിലും ചങ്ങനാശ്ശേരി രൂപതയുടെ പ്രസ്സിലും 2 സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങി. 2 പ്രസ്സിലും പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോഴേക്കും കുറേ ശുശ്രൂഷകർ കടവന്ന് ബൈൻഡിങ്ങിൻ്റെ ശുശ്രൂഷകൾ മുഴുവൻ ഞങ്ങൾ ഏറ്റെടുത്തു. കാരണം ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബൈബിളിൽ ബൈൻഡ് ചെയ്ത് തരാനായിട്ട് ഈ 2 പ്രസ്സിനും പറ്റില്ലായിരുന്നു. അങ്ങനെ 2 പ്രസ്സുകളിൽ പ്രിൻ്റ് ചെയ്യണം, ബൈൻഡിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു. ആ സമയത്തൊക്കെ മാസം 20,000 ബൈബിൾ വരെ പോയി തുടങ്ങി. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അതിനുശേഷം ഈ 2 സ്ഥലത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബൈബിൾ പ്രിൻ്റ് ചെയ്ത് തരാൻ പറ്റാതെ വന്നപ്പോൾ 3ാമത്തെ പ്രസ്സിലും കൂടെ 3 പ്രസ്സുകളിൽ പ്രിൻ്റ് ചെയ്യുന്നു. ബാക്കി ബൈൻഡിങ് എല്ലാം A to Z ബൈൻഡിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ ചെയ്തു തുടങ്ങി. അങ്ങനെ 2014 ആകുമ്പോഴേക്കും സ്വന്തമായിട്ട് ഒരു പ്രസ്, അതായത് ഞങ്ങൾ 3ാമത് പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങിയ പ്രസ് വിൽക്കുന്നുണ്ടെന്ന് കേട്ടു. അങ്ങനെ ആ സ്ഥലം വാടകയ്ക്ക് എടുത്ത് മിഷനുകളെല്ലാം സ്വന്തമായി മേടിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ A to Z കാര്യങ്ങൾ, അതായത് പ്രിൻറ്റിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രീ പ്രസ് ആണെങ്കിലും ശരി, പോസ്റ്റ് പ്രസ് ആണെങ്കിലും ശരി, പ്രിൻറ്റിംഗ് ആണെങ്കിലും ശരി, പ്രസ് ആണെങ്കിലും എല്ലാം നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 50,000 ബൈബിൾ എല്ലാ മാസവും ഇറക്കത്തക്ക വണ്ണം കർത്താവ് ഞങ്ങൾ വളർത്തി. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വാടകയ്ക്കുന്ന സ്ഥലത്ത് കണ്ടിട്ട് ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ പ്രസ് പണിയാനായിട്ട് ഒരു സ്ഥലം ഒരാൾ സ്പോൺസർ ചെയ്ത് തന്നു, 10 ഏക്കർ സ്ഥലം. അങ്ങനെ ആ പ്രസ് കൊണ്ട് വരികയെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും 5 ലക്ഷം ബൈബിള് മിനിമം 5 ലക്ഷം ബൈബിൾ തൊട്ട് 10 ലക്ഷം ബൈബിൾ വരെ ഓരോ മാസവും ഇറക്കത്തക്ക വണ്ണം അവിടെ പ്രിൻറ്റിങ് തുടങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കണേ. ആദ്യഘട്ടത്തിൽ ബൈബിൾ പ്രിന്റിങ്ങിന് ആവശ്യമായ പേപ്പർ വാങ്ങുന്നത് കനത്ത സാമ്പത്തിക ബാധ്യത വരുത്തിയിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ ഇടപെടൽ പുത്തൻ സാധ്യതകളിലേക്ക് വാതിൽ തുറന്നു. അങ്ങനെയാണ് പാപ്പിറസ് എന്ന പേപ്പർ ശേഖരണം ആരംഭിക്കുന്നത്. ബൈബിളിന് ആവശ്യമായിട്ടുള്ള പേപ്പർ മേടിക്കാന്ന് പറഞ്ഞാൽ, ബൈബിൾ പേപ്പർ മേടിക്കുക പറഞ്ഞാൽ വലിയൊരു ദൗത്യമാണത്. കാരണം ഏകദേശം 20 ലക്ഷത്തോളം വരും ഒരു ലോഡ് പേപ്പർ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ. ആ പേപ്പർ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ഫുൾ എമൗണ്ട് പൈസ കൊടുത്തു കഴിഞ്ഞ് ഏകദേശം 40 ദിവസത്തോളം കാത്തിക്കണം ബൈബിൾ പേപ്പർ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്ര രൂപ നമ്മുടെ ബൈബിൾ പേപ്പർ മേടിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഡെപ്പോസിറ്റ് എടുക്കുമായിരിക്കും. നമ്മുടെ കാര്യങ്ങളെല്ലാം അതായത് എല്ലാം സ്ലോ ആയിട്ട് പോകുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു റെപ്രസെൻറ്റേറ്റീവ് ഞങ്ങളുടെ ഓഫീസിലേക്ക് കടന്നു വന്നു, ഞങ്ങൾക്ക് ബൈബിൾ പേപ്പർ ആവശ്യമായിട്ടുള്ള ഞങ്ങൾ തരാം. അപ്പോൾ ഞാൻ നല്ല തിരക്കിലായിരുന്നു. ആ സമയത്ത് ഒരു മീറ്റിങ്ങിലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഞങ്ങൾക്ക് പേപ്പർ തരാമെന്നുണ്ടെങ്കിൽ 75 ദിവസം ക്രെഡിറ്റ് തരാമെന്ന് പറഞ്ഞു. ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ്, കാരണം പേപ്പർ കമ്പനിയൊന്നും ഒരു സ്ഥലത്തുനിന്നും ക്രെഡിറ്റ് തരാത്തതാണ്. അപ്പോൾ തന്നെ പറഞ്ഞു 75 ദിവസം ക്രെഡിറ്റ് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ MD ആയിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ നേരിട്ട് MD കണക്ട് ചെയ്ത് വന്നു. MD ആയിട്ട് സംസാരിച്ചു. പിറ്റേ ദിവസത്തേക്ക് ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തു. ഞാൻ MD കാണാനായിട്ട് കോയമ്പത്തൂർ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് ഫാക്ടറി ആണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് മണിക്കൂറോളം യാത്ര ചെയ്ത് ഫാക്ടറിയിൽ എത്തി കഴിഞ്ഞപ്പോഴാണ് ഫാക്ടറിക്കകത്ത് അവിടെ യൂസ്ഡ് പേപ്പേഴ്സ് അതൊരു എടുത്ത് പൾപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ യൂസ്ഡ് പേപ്പേഴ്സ് ഇങ്ങനെ മല പോലെ കിടക്കുകയാണ്. തിരിച്ച് MD അടുത്ത് നിന്ന് പറയുകയാണ്, നിങ്ങൾക്ക് ഞങ്ങളെടുക്കുന്ന പേപ്പറിന് പകരം ഞങ്ങൾ പൈസ തരില്ല, പകരം ഞങ്ങൾ യൂസ്ഡ് പേപ്പർ തരാമെന്ന് പറഞ്ഞു. അവർക്കും സന്തോഷമായി. കാരണം അത് ഭയങ്കര യൂസ്ഡ് പേപ്പർ കിട്ടാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഞങ്ങൾ നേരിട്ട് തിരിച്ചെത്തി ഞങ്ങളായിട്ട് പരിചയമുള്ള ബിഷപ്സിനെ കണ്ടു. അതേപോലെ തന്നെ ഞങ്ങളായിട്ട് പരിചയമുള്ള എല്ലാ ധ്യാനഗുരുക്കന്മാരെയും കണ്ടു. പറ്റാവുന്ന എല്ലാ സ്ഥലത്തേക്കും എഴുത്ത് വിട്ടു.
ഞങ്ങൾ മാഗസിൻ ഇറങ്ങാൻ സമയത്ത് മാഗസിൻ്റെ അകത്ത് ഈ ഒരു യൂസ്ഡ് പേപ്പേഴ്സ് കളക്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയിച്ചു. അങ്ങനെ ആദ്യത്തെ 2 വർഷം കൊണ്ട് മാത്രം ഏകദേശം 1.25 കോടി രൂപയുടെ ബൈബിൾ പേപ്പർ മേടിച്ച് ഏകദേശം 1.5-2 ലക്ഷം ബൈബിള് ആ യൂസ്ഡ് പേപ്പർ കൺവേർട്ട് ചെയ്തിട്ടുള്ള ബൈബിൾ പേപ്പർ കൊണ്ട് മാത്രം ആദ്യത്തെ ഒരു വർഷം കഴിയുമ്പോഴേക്കും തന്നെ ഏകദേശം 2 ലക്ഷം ബൈബിൾ അടിച്ചു കഴിഞ്ഞു ആ പേപ്പർ കൊണ്ട്. ഇപ്പോൾ ഏകദേശം 10 ലക്ഷം ബൈബിള് ആ ഒരു പ്രോസസ്സിലൂടെ മാത്രം 10 ലക്ഷം ബൈബിൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ആ യൂസ്ഡ് പേപ്പർ കളക്ട് ചെയ്യുന്ന ആ ഒരു മിഷൻ്റെ പേരാണ് പാപ്പറസ്. ടൺ കണക്കിന് പേപ്പറാണ് ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ശേഖരിക്കുന്നത്. വിവിധ ഇടവകകളും സ്കൂളുകളും വ്യക്തികളും ഈ എളിയ വചന ശുശ്രൂഷയിൽ ആത്മാർത്ഥമായി സഹകരിക്കുന്നുണ്ട്. കഴിഞ്ഞ 4 വർഷമായി ഫിയാത്ത് മിഷൻ്റെ ഈ ഒരു പാപ്പിറസ് പദ്ധതിയിൽ കേരളത്തിൻ്റെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള നമ്മുടെ എല്ലാ ക്രിസ്തീയ സ്ഥാപനങ്ങളിലൂടെയും പല വ്യക്തികളിലൂടെയുമായിട്ട് നമുക്ക് ഒത്തിരി പേപ്പർ സമാഹരിക്കാനായിട്ട് സാധിച്ചു. ഏകദേശം കഴിഞ്ഞൊരു വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ 380ഓളം സ്ഥാപനങ്ങളും വ്യക്തികളുമായുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ പേപ്പർ കളക്ട് ചെയ്യുകയുണ്ടായി. ഏകദേശം 300 ടണ്ണ് പേപ്പർ നമ്മൾ കഴിഞ്ഞൊരു വർഷം കളക്ട് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ വർഷവും നമ്മൾ ഏകദേശം ഒരു 250 ടണ്ണോളം പേപ്പറോളം കളക്ട് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു സീസണിൽ. അതിനുവേണ്ടി ഇതിൻ്റെ പിന്നിൽ ഒത്തിരി പേര് ഫിയാത്ത് മിഷന് നേരിട്ടും അതുപോലെ തന്നെ ഫിയാത്ത് മിഷൻ പോലും നേരിട്ട് അറിയാത്തവർ പോലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് അതുപോലെ തന്നെ ബാംഗ്ലൂർ നമുക്ക് വേണ്ടി ഒരു റീജിയൻ പ്രവർത്തിക്കുന്നുണ്ട്. ബാംഗ്ലൂർ റീജിയനിലും നമ്മൾ ഏകദേശം കഴിഞ്ഞൊരു 3 വർഷം കൊണ്ട് 100 ടണ്ണോളം പേപ്പർ ഏകദേശം നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യുന്ന ബൈബിൾ വായിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാൻ അഖിലേന്ത്യാ തലത്തിൽ ഫിയാത്ത് മിഷൻ സവിശേഷമായ ഒരു മത്സരം നടത്തുന്നുണ്ട്. സ്ക്രിപ്തൂറ എന്ന പേരിൽ ബൈബിൾ പകർത്തിയെഴുതുന്ന മത്സരം വലിയ ജനപങ്കാളിത്തത്തോടെയാണ് മുന്നേറുന്നത്. ഞങ്ങൾ ഇത്രയധികം ബൈബിൾ അടിച്ചു തുടങ്ങിയ ശേഷം ഈ ആൾക്കാർ ഈ ബൈബിൾ വായിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ അവർക്ക് വേണ്ടി എന്തെങ്കിലും പ്രോഗ്രാം നടത്തണം, വായിക്കാൻ വേണ്ടി ക്വിസ് നടത്തണോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കോമ്പറ്റീഷൻ നടത്തണോ, അങ്ങനെ കർത്താവിനോട് ചോദിച്ചുകൊണ്ടിരുന്നു. കർത്താവ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ ഇറക്കുന്ന ബൈബിൾ ഇത് കിട്ടുന്ന ആൾക്കാർ വായിക്കാൻ വേണ്ടി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പരിശുദ്ധാത്മ തന്നൊരു പ്രചോദനമായിരുന്നു ബൈബിൾ റൈറ്റിംഗ് കോമ്പറ്റീഷൻ. ബൈബിള് മത്തായിയുടെ സുവിശേഷം തൊട്ട് വെളിപാട് വരെ എഴുതി തരിക എന്നുള്ളത്. അങ്ങനെ ആദ്യത്തെ വർഷം ഞങ്ങൾ നടത്തുമ്പോൾ അത് കുറേ ക്രൈറ്റീരിയകൾ അതിന് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ കളർ മഷി കൊണ്ട് എഴുതാൻ പാടുള്ളൂ, ഒരൊറ്റ തരം പേപ്പറിൽ എഴുതാൻ പാടുള്ളൂ, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിന് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. ഹാൻഡ് റൈറ്റിംഗ് ഏറ്റവും നല്ല ഹാൻഡ് റൈറ്റിംഗിനായിരിക്കും സമ്മാനം. അങ്ങനെ ആദ്യത്തെ വർഷത്തെ ഈ ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോൾ അപ്പോൾ അതിന് നമ്മൾ വചന തൂലിക എന്നുള്ള പേരിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ആദ്യത്തെ വർഷം തന്നെ തമിഴിലൊക്കെ എഴുതി തുടങ്ങി. അപ്പോൾ അതിന് പേരൊരു നാഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു ഭാഷ ആവണം എന്നുള്ളതിലേക്ക് അതിൻ്റെ തന്നെ ലാറ്റിൻ വേർഡ് ഉപയോഗിച്ച് സ്ക്രിപ്തൂറ എന്നുള്ള പേരിലാണ് ആ കോമ്പറ്റീഷൻ നടക്കുന്നത്. അങ്ങനെ ആ കോമ്പറ്റീഷൻ പിന്നെ ഇപ്പം 5 വർഷമായി. സ്ക്രിപ്തൂറ മത്സരത്തിൽ പങ്കെടുക്കാൻ ഏറെ ത്യാഗങ്ങൾ സഹിച്ചും ബുദ്ധിമുട്ടിയുമാണ് ഓരോരുത്തരും ബൈബിൾ പകർത്തിയെഴുതുന്നത്. ഈ ബൈബിള് പകർത്തി എഴുതിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്ത ഇതായിരുന്നു: പ്രായശ്ചിത്തമായിട്ട് ഞാൻ ചെയ്ത പാപങ്ങൾക്കുള്ള പരിഹാരമായിട്ടും പിന്നെ ഈശോയെ വചനത്തെ സ്വന്തമാക്കാൻ എനിക്ക് ഇതുവരെ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു ആ ഒരു ചിന്ത കൊണ്ടുമാണ് ഞാനിത് എഴുതാനായിട്ട്, ആ ചിന്തയാണ് എൻ്റെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നത് അത് എഴുതുന്ന സമയമൊക്കെയും. അങ്ങനെ ഞാനത് എഴുതി പകുതിയൊക്കെ എത്തിയപ്പോഴേക്കും എനിക്ക് അത് ഒരിക്കലും പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ ഒരുപാട് സഹനങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു അനുഭവം, ഇത് എഴുതി തീർക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. ഒരു ദിവസം രാത്രി 12 മണി നേരത്ത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മഠത്തില് ട്യൂബ് ലൈറ്റ് ഓഫ് ആയിരുന്നില്ല. കാരണം ഞങ്ങൾ 3-4 പേര് എഴുതുന്ന കാരണം കുറച്ച് പേര് രാത്രി 12 മണി 1 മണി വരെയൊക്കെ ഇരുന്ന് എഴുതി കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ അപ്പോഴേക്കും ഉണർന്ന് പുലർച്ചെ പ്രയർ ടൈം വരെയും ബൈബിൾ എഴുതിയിരുന്നു. അപ്പൊ അന്ന് ഒരു 12:30-1 മണിയൊക്കെ സമയത്ത് എനിക്കിത് എഴുതാൻ പറ്റില്ല, പൂർത്തിയാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വന്നപ്പോൾ
ഞാനതൊക്കെ അവിടെ വെച്ചിട്ട് പള്ളിയിലെ ചാപ്പലിൽ പോയിരുന്ന് കരഞ്ഞ് ഈശോയോട് പറഞ്ഞു, ഈശോ ആഗ്രഹം തന്ന കാരണം ഞാൻ എഴുതിയത്, ഇനി ഇത് എഴുതാൻ നീ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു ശക്തി, വീണ്ടും ഒരു വലിയൊരു പ്രചോദനം എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തൊട്ട് വീണ്ടും ഞാൻ എൻ്റെ നിർത്തിവെച്ച ബൈബിള് എഴുതാൻ ആരംഭിച്ചു. പിന്നെ ഞാൻ എഴുതി തുടങ്ങിയത് എൻ്റെ കൈകളിലൂടെയല്ല എഴുതിയത്, ഈശോ തന്നെയും ഒരുപാട് വേഗതയിൽ എൻ്റെ കൈകൾ ചലിപ്പിക്കുന്ന പോലെയും ഒരുപാട് സ്പീഡിൽ ഞാൻ എഴുതി ബൈബിള് പൂർത്തീകരിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഒന്നാം സ്ഥാനം ലഭിക്കുന്നവർക്ക് വിശുദ്ധനാട് സന്ദർശനമാണ് ഫിയാത്ത് മിഷൻ നൽകുന്ന സമ്മാനം. കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് നൽകുന്നുണ്ട്. ബൈബിൾ പകർത്തിയെഴുതി സൗജന്യമായി വിശുദ്ധനാട് സന്ദർശിക്കാൻ അവസരം ലഭിച്ച വ്യക്തിയാണ് സിസ്റ്റർ പ്രസൂന. എൻ്റെ വാർഷിക ധ്യാനാവസരത്തിലാണ് ഞാനിങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്ക് കിട്ടിയതായിട്ട് ഞാൻ അറിയണത്. എനിക്ക് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെയാണോ ഇത്ര വലിയ സമ്മാനം കിട്ടിയത് എന്നുള്ള ഒരു ചിന്തയാണ് ആദ്യം വന്നത്. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാനേ സാധിച്ചില്ല. അങ്ങനെ ഞാൻ സ്വപ്നം കണ്ട് പിന്നെ ഞാൻ ചിന്തിച്ചു, ഞാനൊരു സന്യാസിനിയാണ്, എനിക്ക് പോവാനായിട്ട് അനുവാദമൊന്നും കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ സിസ്റ്റർ പ്രൊവിൻഷ്യലിന്റെ അടുത്ത് ഞാനിത് പറഞ്ഞപ്പോ വലിയ സപ്പോർട്ടോട് കൂടി സിസ്റ്ററാണ് ആദ്യം ഇങ്ങോട്ട് പറഞ്ഞത്, എന്തായാലും പോകണം, വിശുദ്ധനാട് സന്ദർശിക്കണം, ഈശോ തന്ന വലിയൊരു സുവർണാവസരമാണിത്. അങ്ങനെ ഒരുപാട് ഞങ്ങളുടെ പ്രോവിൻസ് മൊത്തം സന്തോഷിക്കുന്ന, കോൺഗ്രിഗേഷൻ മൊത്തം സന്തോഷിക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് ഈ സമ്മാനം കിട്ടിയപ്പോൾ ലഭിച്ചത്. എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഒരുപാട് സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ പോയതെങ്കിലും ഒരുപാട് ടെൻഷനും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്കാണ്, സന്യാസിയായിട്ട് ഞാൻ ഒരാളേ ഉള്ളൂ, പിന്നെ ഒരുപാട് ആളുകളുണ്ട്. എന്നാലും ഞാൻ എൻ്റെ സമൂഹത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സിസ്റ്റേഴ്സ് കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അപ്പോ ആ ഒരു ഉത്കണ്ഠയോട് കൂടി ഞാൻ യാത്ര ആരംഭിച്ചെങ്കിലും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത വിധത്തില് എൻ്റെ കൊച്ചാഗ്രഹം പോലും ഈശോ സാധിപ്പിച്ച് തരത്തക്ക വിധത്തിലാണ് എന്നെ കൊണ്ട് നടന്നത്. ഒരുപാട് ഉപകാരികളിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ ലഭിച്ചു. അതോടൊപ്പം എൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നവര്, പ്രിയപ്പെട്ട ഓരോരുത്തരും കാവൽ ദൂതന്മാരെ പോലെയാണ് എൻ്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധയോടുകൂടെ എന്നെ കൊണ്ട് നടന്നിരുന്നത്. ആ ഒരു അനുഭവം വലിയൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈശോയുടെ ഓരോ സ്ഥലത്തിലൂടെ, ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ ഒരുപാട് സ്നേഹിച്ച ആ സ്ഥലങ്ങളെ എനിക്കും ഒരുപാട് പ്രിയപ്പെട്ട ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ ആ സ്ഥലങ്ങളൊക്കെ കണ്ടതും അനുഭവിച്ചറിഞ്ഞതും പ്രാർത്ഥിച്ചതും എല്ലാം. ഫിയാത്ത് മിഷൻ നൽകുന്ന സമ്മാനങ്ങളെക്കാൾ മൂല്യമേറിയ സമ്മാനങ്ങളാണ് ബൈബിൾ പകർത്തി എഴുതുന്നവർക്ക് ഈശോയിൽ നിന്നും ലഭിക്കുന്നത്. കാലങ്ങളായുള്ള പ്രാർത്ഥനാവശ്യങ്ങൾ നടന്നുകിട്ടുന്നതായും നിയോഗങ്ങൾ വെച്ച് ബൈബിൾ എഴുതിയവർക്ക് നിയോഗങ്ങൾ നടന്നു കിട്ടുന്നതായും ഒട്ടേറെ അനുഭവ സാക്ഷ്യങ്ങളാണ് ഈ മത്സരം തുടർന്നുകൊണ്ടുപോകാൻ ഇവരെ പ്രചോദിപ്പിച്ചത്. അങ്ങനെ ആദ്യത്തെ വർഷത്തെ എല്ലാവരും കൂടെ ഒന്നിച്ച്, അതായത് ബൈബിൾ എഴുതിയ എല്ലാവരും ഞങ്ങൾ ഒന്നിച്ച് കൂട്ടി, POC വെച്ചിട്ട് വിളിച്ച് കൂട്ടിയത് എല്ലാവരെയും. അങ്ങനെ എല്ലാവർക്കും എന്തെങ്കിലും അവിടെയായിട്ടുള്ള അനുഭവങ്ങൾ പറയാണ്ടായിരുന്നു. ആദ്യത്തെ ഒരാൾ കയറുമെന്ന് ഞങ്ങൾക്ക് വേറെ സമ്മാനങ്ങളൊന്നും വേണ്ട, കാരണം അവരുടെ കല്യാണം കഴിഞ്ഞ ഏകദേശം 9-10 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നില്ല, വചനം എഴുതി തുടങ്ങി, അവർക്ക് മക്കളെ കിട്ടി. അങ്ങനെ പലതരത്തിലുള്ള അനുഭവങ്ങൾ. വീട് പണി തുടങ്ങി വെച്ച് വർഷങ്ങളായിട്ട് പൂർത്തിയാക്കാൻ പറ്റാതിരുന്ന ആൾക്കാർ വചനം എഴുതി തുടങ്ങി. മത്തായിയുടെ സുവിശേഷം തൊട്ട് വെളിപാട് വരെ എഴുതി തുടങ്ങുമ്പോഴേക്കും അവരുടെ വീട് പണി രണ്ടാം തുടങ്ങാനും വീട് പണി കഴിയണതും. ഒരാളെ സാക്ഷ്യം പറയാൻ വന്ന് തളർന്ന് കിടക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരു കയ്യിന് ചെറിയ ശേഷിയുള്ള കൈ കൊണ്ട് എഴുതി തുടങ്ങി. പൂർണ്ണമായിട്ട് എഴുന്നേറ്റ് നടക്കാൻ തക്കവണ്ണം കർത്താവ് ആളെ ബലപ്പെടുത്തി. സാധാരണ ഒരു ധ്യാനം കൂടുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കേൾക്കുക ഒരു 500 വചനം മാക്സിമം കേൾക്കുമായിരിക്കും. ഇത് ഒരു പുതിയ നിയമം മൊത്തം എഴുതുമ്പോൾ ആ വചനത്തിലൂടെ സംഭവിക്കുന്ന എല്ലാ അത്ഭുതങ്ങളും അവർ കാണുമായിരുന്നു. ഇന്ന് വരെ ബൈബിൾ അച്ചടിച്ചിട്ടില്ലാത്ത ഗോത്രഭാഷകളിലേക്ക് പോലും ബൈബിൾ അച്ചടിച്ച് വിതരണം ചെയ്യുന്ന ഭാരിച്ച ശുശ്രൂഷയാണ് ദൈവം ഫിയാത്ത് മിഷനെ ഏൽപ്പിച്ചത്. ഒരു ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മയായി ആരംഭിച്ച ഫിയാത്ത് മിഷൻ ഇന്ന് ഭാരതത്തിലും വിദേശ രാജ്യങ്ങളിലുമായി ലക്ഷക്കണക്കിന് പ്രാദേശിക ഭാഷാ ബൈബിളുകൾ ചുരുങ്ങിയ ചെലവിലും സൗജന്യമായും വിതരണം ചെയ്യുന്ന നിലയിലേക്ക് വളർന്നു കഴിഞ്ഞു. ബൈബിൾ വിതരണത്തിന് പുറമെ മറ്റ് ശുശ്രൂഷകളും ഫിയാത്തിലൂടെ ദൈവം ചെയ്യുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പരിചയപ്പെടാം. അതുവരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.